അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ഡയറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ദൈവകരുണയുടെ വെളിപ്പെടുത്തലിന് ഈ കാലഘട്ടത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച്, പ്രസക്തിയെക്കുറിച്ചാണ്. ഈശോയുടെ മനുഷ്യാവതാരത്തിന് ശേഷം 2 സഹസ്രാബ്ദങ്ങൾ പിന്നിട്ട് 3-ാം സഹസ്രാബ്ദത്തിന് മുന്നോടിയായിട്ടാണ് അവിടുന്ന് തൻ്റെ കരുണയുടെ ആഴങ്ങൾ വെളിപ്പെടുത്തിയത്. പോളണ്ടിൽ 1905 മുതൽ 1938 വരെ ഈശോയെപ്പോലെ 33 വർഷം ഈ ലോകത്തിൽ ജീവിച്ച് കടന്നുപോയ ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ ഫൗസ്റ്റീന. വെറും പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുണ്ടായിരുന്ന ഈ സന്യാസിനിയാണ് അവിടെ തന്റെ കരുണയുടെ ആഴങ്ങൾ വെളിപ്പെടുത്താനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ദിനം പ്രതി പത്രമാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും വായിച്ചറിയുന്ന, കേട്ടറിയുന്ന വാർത്തകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വലിയ ഒരു തിന്മയുടെ സാഹചര്യം, ഒരു സ്വാധീനം ഈ സമൂഹത്തിൽ, നമ്മുടെ ഈ ലോകത്തിൽ ഇന്ന് ഉടലെടുത്തിരിക്കുകയാണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, സാങ്കേതിക വിദ്യ ഇത്രമാത്രം വികാസം പ്രാപിച്ച ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഈ സാങ്കേതിക വിദ്യയുടെ വികാസം അനന്ത സാധ്യതകൾ നമുക്ക് നൽകുമ്പോൾ, വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും മറ്റെല്ലാ രംഗങ്ങളിലും അനന്ത സാധ്യതകൾ നമുക്ക് നൽകുമ്പോൾ, അതിൻ്റെ 10 മടങ്ങ് തിന്മയുടെ ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തില്, ഈ ലോകത്തില് ഇന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ തിന്മയുടെ കുത്തൊഴുക്കിൽ ആത്മാക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇതാ ദൈവം തൻ്റെ മക്കളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട്, അവരെ നിത്യജീവനിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിനായിട്ട് ദൈവകരുണയുടെ സന്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. പൗലോസ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 20-ാം തിരുവചനം: പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. പാപത്തിന്റെ കുത്തൊഴുക്കിൽ ആത്മാക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ദൈവകരുണയുടെ വെളിപ്പെടുത്തലുകൾ. എന്താണ് ഈ ദൈവകരുണയുടെ വെളിപ്പെടുത്തലിന്റെ സവിശേഷത? കത്തോലിക്ക സഭയിൽ ധാരാളം വിശുദ്ധർക്ക് അവിടെ തന്റെ നിഗൂഢമായിട്ടുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. തിരുഹൃദയ ഭക്തി നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ മാർഗ്രറ്റ് മേരിയിലൂടെയാണ്. അതുപോലെ ആത്മാക്കളെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ പാദ്ര പിയോ, വിശുദ്ധ ജോൺ മരിയ വിയാനി എന്നീ വിശുദ്ധരിലൂടെയാണ്. അതുപോലെ ധാരാളം വിശുദ്ധരിലൂടെ ദൈവത്തിന് നിഗൂഢമായിട്ടുള്ള രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇവിടെയൊക്കെ അതിന്റെ ആശയമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജീൻ ക്രൂയിസെറ്റ് എന്നൊരു വൈദികനാണ് തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിലെ ദൈവകരുണയുടെ വെളിപ്പെടുത്തലിൽ നമ്മൾ വായിക്കുമ്പോൾ ഈശോയുടെ അതേ വാക്കുകൾ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ അതേ വാക്കുകൾ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ലിഖിതം കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മെ സഹായിക്കുന്ന ഒരു അമൂല്യ ഗ്രന്ഥമാണ് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി. നമ്മൾ ഏത് തരത്തിലുള്ള വ്യക്തിയായിക്കൊള്ളട്ടെ, പാപത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തിയായിക്കൊള്ളട്ടെ, നിരാശയ്ക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിയായിക്കൊള്ളട്ടെ, സഹനത്തിന്റെ തീച്ചൂളയിൽ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിയായിക്കൊള്ളട്ടെ, പരിപൂർണതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയായിക്കൊള്ളട്ടെ, പരിപൂർണത പ്രാപിച്ച ഒരു വ്യക്തിയായിക്കൊള്ളട്ടെ, ആരുമായാലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മെ ഏറെ സഹായിക്കുന്ന ഒരു അമൂല്യ ഗ്രന്ഥമാണ് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി. ഈ ഡയറിയിൽ 1485-ാം ഖണ്ഡികയില് പാപിയായ ഒരാത്മാവും ഈശോയുമായിട്ടുള്ള സംഭാഷണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഈശോ ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്: നിനക്കു വേണ്ടിയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. നിനക്കു വേണ്ടിയാണ് എന്നെ കുരിശിൽ തറയ്ക്കാൻ ഞാൻ അനുവദിച്ചത്. നിനക്കു വേണ്ടിയാണ് എൻ്റെ തിരുഹൃദയം കുന്തത്താൽ കുത്തിത്തുറക്കപ്പെടുവാൻ ഞാൻ സമ്മതിച്ചത്. ഈശോ വെളിപ്പെടുത്തുകയാണ്, ഞാൻ നിനക്കു വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. പ്രിയമുള്ളവരെ,
വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി ദൈവകരുണയുടെ വെളിപ്പെടുത്തൽ വലിയൊരു ആത്മീയ തുറവിയിലേക്ക് നമ്മെ നയിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഈ ദൈവകരുണയുടെ വെളിപ്പെടുത്തൽ കൂടുതൽ മനസ്സിലാക്കുവാനും മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുവാനും പ്രചരിപ്പിക്കുവാനും നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. ഈശോ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയേ, അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു.